ബി.ജെ.പിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വനിതാ അംഗത്തിന്റെ പേരിൽ ഒരു വെടിവെപ്പ് വിവാദവും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ട് കേരളത്തിൽ വിവാദമല്ല, വാർത്തയല്ല, ചർച്ചയില്ല. ശ്രദ്ധിച്ചോ? ഈ കാണുന്ന മിനി നമ്പ്യാർ ബി.ജെ.പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇവരുടെ ഭർത്താവായ രാധാകൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം വീടിന് സമീപത്ത് വെച്ച് വെടിയേറ്റ് മരിച്ചത്. വെറുതെ മരിച്ചതല്ല. മറ്റൊരു ബി.ജെ.പി പ്രവർത്തകനായ സന്തോഷ് സോഷ്യൽ മീഡിയയിലൂടെ എന്റെ പെണ്ണിനെക്കുറിച്ച് പറയുമോ എന്നുള്ള ചോദ്യം ഉന്നയിച്ച് പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെയാണ് മിനി നമ്പ്യാരുടെ ഭർത്താവായിട്ടുള്ള ബാലകൃഷ്ണനെ വെടിവെച്ചു കൊന്നത്. സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടായ ഒരു വെടിവെപ്പ് മരണം വല്ലാത്ത വിവാദമാകേണ്ടതാണ്, വലിയ ചർച്ചയുണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ തോക്ക് ഇവിടെ നിന്ന് ബി.ജെ.പി നേതാവായിട്ടുള്ള ബാലകൃഷ്ണനും ഒപ്പം കണ്ണൂർ ബി.ജെ.പി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മിനി നമ്പ്യാരുടെ ഭർത്താവ് എന്തിന് വെടിയേറ്റ് മരിച്ചു? ചർച്ചയാകേണ്ടതല്ലേ? മറ്റൊന്നുമല്ല, ആ നാട്ടിൽ നിന്ന് പുറത്തു വരുന്ന കരക്കമ്പി അവിഹിതമെന്നാണ് പറയപ്പെടുന്നത്. സന്തോഷ് എന്ന മിനി നമ്പ്യാരുടെ കാമുകൻ ഈ ബന്ധം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബാലകൃഷ്ണൻ ശകാരിച്ചതിനെ സന്തോഷ് കൃത്യമായി അറിയുന്നു. തോക്കെടുത്ത് വന്ന് അയാളെ ഇല്ലായ്മ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും വീടിനകത്ത് നടന്നൊരു സംഭവം, ആ സംഭവത്തെക്കുറിച്ച് മൂന്നാമതൊരാൾ പുറത്തു നിൽക്കുന്നത് അറിയുകയാണ്. അയാൾ വന്നിട്ട് ഒരു കൊലപാതകം നടത്തുകയാണ്. ഒരു കൊലക്കുറ്റത്തിന് പ്രേരണാകുറ്റം ബി.ജെ.പി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മിനി നമ്പ്യാരുടെ പേരിൽ വളരെ ശക്തമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നുണ്ടോ? പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഭർത്താവിന് ഈ അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചയാകേണ്ടതല്ലേ? CBI വരേണ്ടതല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിക്കണ്ടേ? പക്ഷേ ഒരു ബലിദാനിയെ കിട്ടിയിട്ട് കേരളത്തിലെ സംഘപരിവാറുകാർക്കോ ബി.ജെ.പിക്കാർക്കോ ഒരു ഉഷാറുമില്ല. കാര്യം ആ ബലിദാനിയെ സൃഷ്ടിച്ചിരിക്കുന്നതും മറ്റൊരു ബി.ജെ.പിക്കാരനാണെന്നാണ് ഏറെ കൗതുകം. ഒന്ന് ആലോചിക്കണേ. ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ് ജീവൻ നഷ്ടപ്പെട്ട ബാലകൃഷ്ണൻ. ബി.ജെ.പി വനിതാ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മിനി നമ്പ്യാരെ പോറ്റാൻ വേണ്ടി രാപ്പകലില്ലാതെ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി. അയാളെ ഒരു വ്യക്തി അകാരണമായി അരിങ്കൊല ചെയ്യില്ലല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ എന്റെ പെണ്ണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ആരാണ് ബാലകൃഷ്ണന്റെ എന്നുള്ള ചോദ്യവും പ്രസക്തമല്ലേ? ആ നിലയ്ക്ക് നോക്കുമ്പോൾ എന്താണ് ബാലകൃഷ്ണന് ജീവൻ നഷ്ടമാകാനുള്ള കാരണമെന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ല. ജനൻ ടിവിയിലെ അനിൽ നമ്പ്യാർ ഈ മിനി നമ്പ്യാരുടെ കാര്യത്തിൽ വലിയ ശുഷ്കാന്തി കാണിക്കുന്നില്ല. എന്തേ നമ്പ്യാരെ ശുഷ്കാന്തി ഇല്ലാത്തതെന്ന് ആരും ചോദിക്കല്ലേ? സംഘബലിദാനികളെ കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന അനിൽ നമ്പ്യാർക്ക് മിനി നമ്പ്യാരുടെ കാര്യത്തിൽ വല്ലാത്ത ഉത്സാഹക്കുറവുണ്ടാകുന്ന കാര്യമെന്താണെന്നും ഈ നാട്ടിലുള്ളവർ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. കേരളത്തിലെ മാധ്യമധർമ്മത്തിന്റെ തീവ്രത ഈ ഒരു വിഷയത്തിൽ അളക്കാവുന്നതാണ്. ബി.ജെ.പിക്കാരായിട്ടുള്ളവർ പരസ്പരം വെടിവെച്ച് കൊന്നാലും വലിയ വാർത്തയല്ല. ലോകത്തെങ്ങും ആ വാർത്ത അറിയേം വേണ്ട. അതൊരു ചെറിയ വാർത്തയായിട്ട് വന്നു പോകുന്നു. അതിന്റെ രാഷ്ട്രീയം പുറത്തു വന്നുടനെ ആ വാർത്ത അങ്ങ് അന്തസ്സായി മുക്കുന്നു. കേരളത്തിലെ കണ്ണൂരിൽ രണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ തമ്മിലാണ് ഈ വെടിവയ്പ് ഉണ്ടായതെന്ന് ആലോചിക്കുക. ബി.ജെ.പിക്കാർക്ക് വെടിവെക്കാം, ഒരു കുഴപ്പമില്ല. ആ വെടി എന്ന് പറഞ്ഞാൽ മീശ മാധവനിലെ പട്ടാളം പുരുഷുവിന്റെ വെടി പോലെയാണ് അവർ കാണുന്നത്. അവർക്കിടയിൽ അത്തരം വെടിത്തർക്കങ്ങൾ ഉണ്ടായാലോ, വെടിയേറ്റൊരാൾ മരിച്ചാലോ അതൊക്കെ സ്വാഭാവിക സംഭവമാണ്. നാട്ടിൽ ഇതൊക്കെ ഉണ്ടാകും. ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM നേതാക്കന്മാർക്കിടയിലാണെങ്കിൽ മാത്രമേ ആ കുരുപൊട്ടൽ ഗ്രനേഡ് പോലെ പൊട്ടത്തുള്ളൂ. ഇതങ്ങ് മിണ്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ വാർത്ത വന്നില്ല എന്നതിന്റെ പേരിൽ അന്വേഷണം വേണ്ടാന്ന് വയ്ക്കാൻ പാടില്ല. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മിനി നമ്പ്യാരുടെ ഭർത്താവിന്റെ ജീവൻ നഷ്ടമാകലില് എന്താണ് ബി.ജെ.പി വനിതാ അംഗത്തിന്റെ പങ്ക്? വളരെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. നേരത്തെ പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമഘട്ടത്തിലുമാണോ വിമർശിക്കുന്നത് എന്ന നിഷ്കളങ്ക ചോദ്യവുമായിട്ട് ഇതുവഴി ആരും വരേണ്ടതില്ല. നേരത്തെയുള്ള പല സന്ദർഭങ്ങളിലും കാട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാടിന് നല്ല ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് കൊലപാതകം എന്ന് പറയുന്നത് കൊലപാതകം തന്നെയാണ്. അതിൽ ബി.ജെ.പി ജില്ലാ കമ്മിറ്റി അംഗത്തെ വീട്ടിൽ വെച്ച് ഭർത്താവ് വിമർശിച്ചതിന്റെ പേരിൽ പുറത്തുനിന്നൊരാൾ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് വന്ന് അയാളെ വെടിവെച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ ആരാണ് ആ മരണത്തിന് അവസരമുണ്ടാക്കിയത് അല്ലെങ്കിൽ അതിന് കാരണക്കാർ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. അതിൽ നടപടി ഉണ്ടായേ തീരുള്ളൂ. കേരളത്തിലെ സംഘപരിവാറുകാർക്ക് ഒരു ബലിദാനിയെ കിട്ടിയിട്ടും, അതും അവർ തന്നെ സ്പോൺസർ ചെയ്ത ബലിദാനിയെ കിട്ടിയിട്ടും അത് വിവാദമാകാതെ ചർച്ചയാകാതെ പോകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ സംഘപരിവാറുകാർ എത്ര പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ വന്നിരിക്കുന്ന വിവാദത്തെ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി വിലയിരുത്താൻ കഴിയും.